നെക്സ്റ്റ് പാർട്ട് നമ്മൾ നോക്കുന്നത് കോണാണ്. കോൺ അറിയാമല്ലോ എന്താണെന്ന്? അറിയാമല്ലോ. കോൺ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? ഐസ്ക്രീം. കോണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് എന്താ നമുക്ക്? ഐസ്ക്രീമാണ് അല്ലേ? ഈ ഒരു സർക്കിളാ. ഈ ഒരു സർക്കിളല്ലേ? ഈ സർക്കിളിൽ നിന്ന് കോൺ ഉണ്ടാക്കാൻ അറിയാവോ? അറിയോ? ആർക്കെങ്കിലും അറിയോ? അതിൽ നിന്ന് സെൻട്രൽ ആംഗിൾ എടുക്കുക. എങ്ങനെ എടുക്കുക? ഏതൊരു ഡിഗ്രിയിൽ നമ്മൾ എന്തെടുക്കുന്നു? സെൻട്രൽ ആംഗിൾ എടുക്കുന്നു. രണ്ട് റേഡിയസ് സെൻട്രലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ? ഇവിടെ എന്തുണ്ടാവുന്നു? ഒരു ആർക്ക് ഉണ്ടായില്ലേ? ഇവിടെ ഒരു ആർക്ക് ഉണ്ടായില്ലേ? ഈ ആർക്കിനെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനം ക്ലിയർ അല്ലേ? ഇവിടെ ഈ സെന്ററിൽ നിന്ന്, ഇത് O ആണ്, ഈ ഓയിൽ നിന്ന്, ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചതിന് വിളിക്കുന്ന പേരെന്താ? ഇതിന്റെ പേരെന്താ? അതിൽ തർക്കമില്ലല്ലോ ആർക്കും. ക്ലിയർ അല്ലേ? ഇനി ആ ഭാഗത്തിനെ മാത്രം നമ്മളൊന്ന് എടുക്കുക. ഈ റെഡിൽ വരച്ച് ഈ ഭാഗത്തിനെ മാത്രം ഒന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് പോവുക. അപ്പൊ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനെ നേരെ അങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ. എടുക്കുമ്പോൾ ഈ ആർക്കുണ്ടല്ലോ, പകുതി വരല്ലേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ചുറ്റണം. എന്ത് ചെയ്യണം? ചുറ്റണം. ചുറ്റുമ്പോ എങ്ങനെ വരും ഇത്? ഈ ആർക്കിനെ ഒന്ന് ചുറ്റുമ്പോ എങ്ങനെ വരും? ഇങ്ങനെ വരും. വരുന്നില്ലേ? ആർക്കിനെ ചുറ്റുമ്പോ ഇങ്ങനെ വരത്തില്ലേ? മറ്റേ മേലേക്ക് കൂടെ ഈ രണ്ട് റേഡിയസും കൂടി എങ്ങനെ വരും? ഇങ്ങനെ വരും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ആർ ഇവിടെ വരുന്നില്ലേ? വരുന്നില്ലേ? അപ്പൊ ഈ ആർ എന്തായിരിക്കും? അവിടെ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. പക്ഷെ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇവിടെ സ്ലാന്റ് ഹൈറ്റ്. എന്താ വിളിക്കുന്നത്? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിവ് ഉയരം. ചരിഞ്ഞിരിക്കുന്ന ഉയരത്തിനെല്ലാം നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? സ്ലാന്റ് ഹൈറ്റ്. ഇതിനു മുമ്പ് നമ്മൾ സ്ലാന്റ് ഹൈറ്റ് പഠിച്ചല്ലോ. എവിടെയാ പഠിച്ചേ? സ്ക്വയർ പിരമിഡിന്റെ അല്ലേ? ഇവിടെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഏതാണ്? അത് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ ഭാഗം. ഈ ഭാഗം അപ്പൊ L എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാമല്ലോ, L എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആണ്. ഇത് മറന്നു പോകരുത് ഈ പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, ഈ ചുറ്റി വെച്ചിരിക്കുന്ന ഈ സർക്കിൾ അല്ലേ, ഈ ആർക്കിനെയല്ലേ ചുറ്റി വെച്ചിരിക്കുന്നത്? ഇതിനൊരു റേഡിയസ് ഉണ്ട്. എന്തുണ്ട്? അല്ലേ? അതാണ് ഏത് സെന്ററിൽ നിന്ന് പോണത്? ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. കണ്ടോ? ഇതിനെ നമുക്ക് ബിഗ് ആർ എന്ന് കൊടുക്കും. ബിഗ് ആർ. ഇതിന് തിരിഞ്ഞു പോവായിരിക്കും. ബിഗ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കോൺ ഉണ്ടാക്കാൻ എടുത്ത സർക്കിളിന്റെ റേഡിയസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബിഗ് ആർ. ആ ഉണ്ടാക്കിയെടുത്ത കോണിനകത്തും എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്മാൾ ആർ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? സ്മാൾ ആർ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ L എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? സ്മാൾ ആറിന് ഈക്വലാണ്? ബിഗ് ആറിന് ഈക്വലാണ്? ബിഗ് ആറിന് ഈക്വലാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞോളൂ, രണ്ട് കാര്യം നമ്മൾ പറഞ്ഞോളൂ അല്ലേ? സംഭവം സിമ്പിൾ. ഈ ഒരു ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ വേണം. എന്ത് വേണം? സെൻട്രൽ ആംഗിൾ വേണം. അപ്പൊ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തോ ഇക്വേഷൻ? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ x/360 is equal to small r by big R. എന്താണ്? x/360 is equal to small r by big R, അല്ലെങ്കിൽ small r by L എന്നും നമുക്ക് പറയാം. small r by L എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ ഓർ സ്മാൾ ആർ ബൈ L എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറയാനായിട്ട് പറ്റും. സ്മാൾ ആർ ബൈ ബിഗ് ആർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്മാൾ ആർ ബൈ L എന്നും പറ്റും. ആറിന് പകരം L കൊടുക്കുന്നു. ഈക്വൽ അല്ലേ? ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എത്രയാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കിട്ടണം. ഇനി സെൻട്രൽ ആംഗിൾ തന്നിട്ട് സ്മാൾ ആർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഐഡിയ മനസ്സിലായോ? സ്മാൾ ആർ എന്ന് പറഞ്ഞാൽ കോണിന്റെ ആർ, ബിഗ് ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ കോൺ ഉണ്ടാക്കിയ സർക്കിൾ ഏതാണോ അതിന്റെ ആർ.
ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക്? വിട്ടുപോയി എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാര്യം? പൂർണ്ണമാണോ? പൂർണ്ണമാണോ? ആണോ? ഹൈറ്റ് ആരാ പറഞ്ഞു? വെരി ഗുഡ്. എന്തുണ്ട്? ഹൈറ്റ്. ആരുടെ ഹൈറ്റാ? സർക്കിളിന്റെ ഹൈറ്റ് ആണോ? കോണിന്റെ ഹൈറ്റ്. കോണിനൊരു ഹൈറ്റ് ഇതാ ഇവിടുന്നുണ്ടല്ലോ. ഹൈറ്റ് ഇല്ലേ? അത് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം ഹൈറ്റ് കണ്ടുപിടിക്കും. ഹൈറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെ എന്ന് പറഞ്ഞു. ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. അതിന്റെ ഡിഗ്രി അല്ലേ? ഇക്വേഷൻ എടുത്തൂടെ? റൂട്ട് ആർ സ്ക്വയർ മൈനസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എല്ല് എടുക്കണമെങ്കിൽ എന്താ ചെയ്തേനെ? എൽ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി ഇവിടുന്ന് ആറ് കണ്ടുപിടിക്കണമെങ്കിലോ? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് എൽ സ്ക്വയർ മൈനസ്. കാണാപ്പാടം പഠിക്കണോ? നമുക്കറിയാവുന്ന കാര്യമല്ലേ? 100 വട്ടം പഠിച്ചിട്ടുള്ളതാണ്. ഏത് തിയറാണ്? പൈതഗോറസ്. 197 ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 197 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അവരെന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ബിഗ് ആർ എന്ന് എടുക്കും ഇല്ലേ? സർക്കിളിന്റെ റേഡിയസ് എത്ര തന്നിരിക്കുന്നത്? 12 സെന്റിമീറ്റർ. പിന്നെന്താ തന്നിട്ടുണ്ട് അവര്? സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. അതെത്രയാണ്? ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താ? എന്താ പഠിക്കാനാ? സ്ലാന്റ് ഹൈറ്റും സ്ലാന്റ് ഹൈറ്റ് കാണണം. സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റും കാണണം. പിന്നെന്ത് കാണണം? റേഡിയസും കാണണം. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യമാണ്? ബിഗ് ആറിന് തുല്യമല്ലേ? നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? ആരിന് തുല്യമാണ്? ബിഗ് ആറിന് തുല്യമാണ്. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ആറിന് തുല്യമാണ്. അത് എത്രയാണ്? 12 അല്ലേ? ബിഗ് ആർ എന്ന് പറഞ്ഞാൽ എത്ര? 12. അത് ആർക്ക് തുല്യമാണ്? എല്ലിന് തുല്യമാണ്. അപ്പൊ അത് എത്ര കിട്ടി? 12 സെന്റിമീറ്റർ. വലിയ കാര്യമുണ്ടോ? ഒരു മാർഗമായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ബേസ് റേഡിയസ്. ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരതാ? കോണിന്റെ. സ്മാൾ ആർ അല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിനെ ആദ്യം നമ്മളൊന്ന് ചെയ്യുകയാണ്. ഇതിനകത്തോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. എത്ര എക്സ്? ഡിഗ്രിയിൽ വരുന്നതാണ് എപ്പോഴും എന്തായിട്ട് എടുക്കേണ്ടത്? എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 45 ബൈ ആരുണ്ട്? 360 ഇസ് ഈക്വൽ ടു സ്മാൾ ആർ ഉണ്ടോ? ഇല്ല. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബിഗ് ആർ ഉണ്ടല്ലോ. എത്രയാണ്? 12. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുകൂടെ? ഡൗട്ട് ഉണ്ടോ? ഇനി നോക്കിയേ, 45ഉം 360. 45ൽ എത്ര പ്രാവശ്യം? 360. 45ൽ 45 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 45ൽ 360 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ആൻസർ 1/8 ഇസ് ഈക്വൽ ടു r/12. ക്ലിയർ അല്ലേ? എഴുതിയെടുക്കല്ല, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. എപ്പോഴും പറയുന്നതാണ് ഞാൻ. 1/8 ഇസ് ഈക്വൽ ടു r/12 അല്ലേ? ഇനി 6 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 12നെ മാറ്റണം. അങ്ങനല്ലേ പഠിച്ചേ? 6നെ ഒറ്റപ്പെടുത്തണ്ടേ? 6നെ ഒറ്റപ്പെടുത്തണമെങ്കിൽ 12നെ എന്ത് ചെയ്യണം? മാറ്റണം. എങ്ങനെ മാറ്റുന്നത്? ഇവിടെ എന്ത് ചെയ്തിരിക്കുക? 12 ഡിവിഷൻ. അപ്പുറം എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. വെരി ഗുഡ്. അപ്പം 1/8 into 12 is equal to r. ഇനി 8ഉം 12 കൂടി എന്ത് ചെയ്യണം? നമുക്ക് ഡിവിഷൻ ചെയ്യണം. 8 എത്ര പ്രാവശ്യം? 12 എത്ര പ്രാവശ്യം? കോമൺ ആയിട്ട് ആറുണ്ട്. രണ്ടിലും ആറുണ്ട്. രണ്ടിലും 4 ഇല്ലേ? രണ്ടിലും 4 ഇല്ലേ? 8 4 കൊണ്ട് കിട്ടത്തില്ലയോ? 12 കിട്ടത്തില്ലയോ? അപ്പൊ എന്ത് കിട്ടും ആൻസർ? ഇവിടെ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 4 into 2 അല്ലേ? ഇവിടെ 4 into 3. അപ്പൊ രണ്ടിലും എന്താ? 4 ഉണ്ട്. 4 into 2 ആണ് 8. ഇവിടെ 4 into 3 ആണ് 8. അപ്പൊ 6 ഇങ്ങോട്ട് എഴുതുവാണ്. 6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? മുകളിൽ എത്ര കിട്ടി? 3. താഴെ എത്ര കിട്ടി? 2.
3/2 എന്ന് പറഞ്ഞാലോ 3ന്റെ പകുതി എത്ര 1.5 സെന്റിമീറ്റർ. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? റേഡിയസ് ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.5 സെന്റിമീറ്റർ. സിമ്പിൾ അല്ലേ? ആ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. പേജ് നമ്പർ 198 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദ ബേസ്. ബേസ് റേഡിയസ്, വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദി ബേസ്. അപ്പൊ വാട്ട് ആർ ദ എന്ന് നടക്കുമ്പോ അവിടെ നോക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ എന്തുവാ കണ്ടുപിടിക്കണ്ടേ? ബേസ് റേഡിയസും പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് സ്ലാന്റ് ഹൈറ്റും എത്രയാണ്. സെയിം ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ. കോൺ മേഡ് ബൈ റോളിംഗ് അപ്പ് സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. 60 ഡിഗ്രിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ. കട്ടൗട്ട് ഫ്രം എ സർക്കിൾ റേഡിയസ് 10 സെന്റിമീറ്റർ. അപ്പൊ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, എത്രയാണ് 60. പിന്നെ എന്താ തന്നിട്ടുണ്ട് റേഡിയസ്. ബിഗ് ആർ ആണോ സ്മാൾ ആർ ആണോ? ബിഗ് ആർ. എത്രയാണ് കണ്ടുപിടിക്കേണ്ട? എന്താ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കണം, സ്മാൾ ആർ കണ്ടുപിടിക്കണം. അതെപ്പോഴും മനസ്സിലാക്കണം, കോണിന്റെ ആണ് സ്മാൾ ആർ. ആ കോൺ ഉണ്ടാക്കിയത് ഏതിൽ നിന്നാണോ അയാളുടേതാണ് ബിഗ് ആർ അല്ലേ? ഇനി ഇക്വേഷൻ എടുത്തിടുക. എന്താ ഇക്വേഷൻ? x/360 is equal to സ്മാൾ ആർ ബൈ ബിഗ് ആർ. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ 60 ബൈ 360 is equal to സ്മാൾ ആർ ഇല്ല, ബിഗ് ആർ എത്ര 10. ഇവിടെ പൂജ്യവും വെട്ടിപ്പോയി. കണ്ടോ? ഇത് ശ്രദ്ധിക്കേണ്ടതാ, പൂജ്യവും വെട്ടിപ്പോയി. ഇനി രണ്ടിലും കോമൺ ആയിട്ട് 6 കൊണ്ട് 36നെ വെട്ടാൻ പറ്റുമോ? പറ്റും. 6ൽ 6 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 6ൽ 36 എത്ര പ്രാവശ്യം? ഇങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ എന്താ കിട്ടി? 1/6. അതങ്ങോട്ട് എഴുതാം. 1/6 is equal to r/10 അല്ലേ? ഇനി ഇതിൽ നിന്ന് ആരെ കാണണം? 6നെ കാണണം. അപ്പൊ ആരെ മാറ്റണം? 10നെ മാറ്റണം. ഇങ്ങനെ മനസ്സിലാക്കണ്ടേ? അപ്പൊ എങ്ങനെ മാറ്റുന്നേ? ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ നിങ്ങള്? 1/6 അതേപോലെ എല്ലാം അതേപോലെ എഴുതുക. 10 എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മാറ്റുന്നു. 10 ഇവിടെ എന്താ ചെയ്തിരിക്കുക? ഡിവിഷൻ. അപ്പുറം പോകുമ്പോ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. ബാക്കി ഇനി ഇവിടെ ആരായി? 6 ഇനി നമ്മളെ വാല്യൂ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ ഉടനെ 10/6 ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ പെട്ടെന്ന് ചെയ്യണം. 10/6. ഇനി 6ൽ എത്ര പ്രാവശ്യം? 10 ഒരു പ്രാവശ്യം അല്ലേ? 10ൽ 6 കുറച്ചാ 4. 4 ഇല്ല. 0 കൊടുക്കത്തില്ലേ? 6ൽ 40 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. ബാക്കി വീണ്ടും 4. വീണ്ടും 0 കൊടുക്കുമ്പോ 6 അതങ്ങനെ പോകും. 1.66 എന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിലോ 6 10. 6ലും 10ലും കോമൺ ആയിട്ട് ആരുണ്ട് എന്ന് ആലോചിക്കണം. 2 കൊണ്ട് പറ്റും. ഇനി 2 കൊണ്ട് 6 എത്ര പ്രാവശ്യം? കോമൺ ആദ്യം കണ്ടുപിടിക്കണം. 10ലും 6ലും കോമൺ ആരുണ്ട്? അത് ഏത് നമ്പർ തന്നാലും കോമൺ ആരുണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പ് കോമൺ ആരുണ്ട്? 2 ഉണ്ട്. അല്ലെങ്കിൽ ആര് കാണും? 3. അല്ലെങ്കിൽ ആര് കാണും? 4. ഇപ്പൊ ഇവിടെ ആരാ ഉള്ളത്? 2. അത് എടുത്തു വെക്കണം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, 2ൽ എത്ര പ്രാവശ്യം 6? 2ൽ എത്ര പ്രാവശ്യം 6? 3. ഇനി അടുത്ത 2ൽ എത്ര പ്രാവശ്യം 10? ഇത്ര 5. ഇങ്ങനെയാണ് ആ കോമൺ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 3 ആണെങ്കിൽ എങ്ങനെ എടുക്കും? 3ൽ എത്ര പ്രാവശ്യം ആ സംഖ്യ, 3ൽ എത്ര പ്രാവശ്യം മറ്റേ സംഖ്യ. 3നെ എടുക്കണോ? പിന്നെ വേണ്ട. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇവിടെ ആൻസർ എന്താ വന്നു? 5/3 ഇതാണെന്ന് പറയുന്നത് സ്മാൾ ആർ എന്ന്. കണ്ടോ? ദാറ്റ് ഈസ് ബേസ് റേഡിയസ്. എത്ര കിട്ടി? 5/3. ഇനി സ്ലാന്റ് ഹൈറ്റ് ചോദിച്ചിട്ടുണ്ടല്ലോ. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യ? ബിഗ് ആറിന് തുല്യമാണ്. അപ്പൊ ആൻസർ എത്ര? 10 സെന്റിമീറ്റർ. ഇത്ര ഉള്ള സംഭവം. 2 എഴുതി വെക്കണം. അത് എഴുതി മറന്നു പോകരുത്. സ്ലാന്റ് ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് എന്താ വെച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? വാട്ട് ഇസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? അപ്പൊ ആരെയാ കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആരാ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്തൊക്കെ തന്നിട്ടുണ്ട്? ടു യൂസ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് എന്ന് പറഞ്ഞിട്ട് എത്രയാ? 10 സെന്റിമീറ്റർ. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്നത് ആരെയാ? ബേസ് റേഡിയസ്. ഇതിൽ ആരെ തന്നിട്ടുണ്ട്? ബേസ് റേഡിയസ് തന്നിട്ടുണ്ട്. ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 25 സെന്റിമീറ്റർ. സ്ലാന്റ് ഹൈറ്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ.
എത്രയാണ് 25 cm. അപ്പൊ ആദ്യം അത് എഴുതുന്നു. എത്രയാണ് റേഡിയസ്? 10 cm റേഡിയസ്. പിന്നെന്ത് തന്നിട്ടുണ്ട്? സെൻട്രൽ ആംഗിൾ ഇല്ലേ? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. സ്ലാന്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് 10 cm. പിന്നെന്ത്? സ്ലാന്റ് ആയിട്ട് എത്ര? ആരെ കണ്ടുപിടിക്കണം? സെൻട്രൽ ആംഗിൾ കാണണം. അപ്പോ സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. എന്തോ സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ? x by 360 into x by 360 is equal to small r by big R. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഉണ്ടോ? ഇല്ല. അത് അതേപോലെ കൊടുത്തു. 360 ഈക്വൽ ടു സ്മാൾ ആർ ഉണ്ടല്ലോ. എത്രയാ? അയ്യോ, ബിഗ് ആർ ഇല്ല. അത് എല്ലല്ലേ? അപ്പൊ എന്ത് കൊടുക്കാം? 25. ഇനി ആരാ കണ്ടുപിടിക്കേണ്ടത്? എക്സിനെ. അപ്പൊ ആരാ മാറ്റണം? 360 എന്താ ചെയ്തിരിക്കുന്നത്? അപ്പൊ അപ്പുറം പോകുമ്പോ എന്താ? അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 10/25 അതേപോലെ കൊടുക്കുന്നു. 360 അപ്പുറം പോകുമ്പോ എന്താവും? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? 25നെയും 360യും കൂടി എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്തൂടെ? എത്ര പ്രാവശ്യം? 25 5 പ്രാവശ്യം കണ്ടോ? ഇനി 360 എത്ര പ്രാവശ്യം? എത്ര പ്രാവശ്യം? 72. ഇനി 5 10 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. കണ്ടോ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു, ഇനി ആരുണ്ട് ഇവിടെ? 2 into 72. 2നെ 72നെ നേരെ ഇൻറ്റു ചെയ്യണം. ഈ വരയ്ക്ക് മുകളിലല്ലേ? 2 കൂടി നേരെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 72 into 2 എത്ര? 144 ഡിഗ്രി. എത്ര കിട്ടി? അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? അപ്പൊ 144 ഉള്ള സെൻട്രൽ ആംഗിള് മുറിച്ചെടുത്താൽ നമുക്ക് ബേസ് റേഡിയസ് 10 ഉള്ള സ്റ്റാൻഡ് ആയിട്ട് 25 കിട്ടുന്ന ഒരു കോണ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? എന്തൊക്കെ തന്നിട്ടുണ്ട്? സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? എത്ര സെൻട്രൽ ആംഗിൾ? 180 തന്നിട്ടില്ല. സെമി സർക്കിൾ തന്നെ തന്നിട്ടുള്ളൂ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രിയാ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 180/360 അല്ലേ? സെൻട്രൽ ആംഗിൾ 180/360 is equal to small r അല്ലേ? ബൈ L. ഇതിനകത്തുനിന്ന് എല്ല് കണ്ടുപിടിച്ചാൽ, എല്ലിനെ മാറ്റിയാൽ ആരെ കിട്ടും? സ്മാൾ ആർ. ഇവിടെ അതിനു മുമ്പ് ഇതിനെ കട്ട് ചെയ്തൂടെ? 15 എത്ര പ്രാവശ്യം? 36 2. അപ്പൊ എന്ത് കിട്ടും? 1/2. എല്ലാം അങ്ങോട്ട് വരുമ്പോ ഇൻറ്റു L is equal to R. ദാറ്റ് ഈസ് L/. ഇതാ ബിലാലെ ശ്രദ്ധിച്ചോ? 1 into L എന്ന് പറഞ്ഞാൽ എന്ത് വരാനാ? L എന്ന് എഴുതാം. കണ്ടോ? മരയുടെ മുകളിലല്ലേ? ബൈ ആരെഴുതാം? 2 is equal to R. ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താണ്? L/2. ഇനി അടുത്തത് അതേ സെക്ഷൻ തന്നെ. L/2 is equal to R. ഇവിടെ ആരാ വേണ്ടത് നമുക്ക്? L. 2 എന്ത് ചെയ്യണം? അങ്ങോട്ട് പോവും. അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്ത് വരും? 2. ഇവിടെ എന്താ കിട്ടി നമുക്ക്? 6 കിട്ടി. ഇവിടെ എന്താ കിട്ടി നമുക്ക്? L കിട്ടി. ഇതിനടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോ L കിട്ടത്തില്ലയോ? അത്രേ ഉള്ളൂ. 2 അങ്ങോട്ട് പോകുമ്പോ എന്തായി? 2R ആയി. ഇവിടുത്തെ അപ്പൊ ബന്ധം എന്താന്ന് പറഞ്ഞേ? ഇവിടുത്തെ R-ഉം 2R-ഉം തമ്മിലുള്ള റേഡിയസും L-ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് റേഡിയസും സ്ലാന്റ് റേറ്റും അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ? 1:2. ഇവിടുത്തെ എന്താ? 2. അപ്പൊ ആൻസർ എന്താ വരും? 1:2. ഇത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ. ക്ലിയർ ആയോ? പറഞ്ഞു ചെയ്തു.